പാവപ്പെട്ടവൻ്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവരെ ഈ കോർപ്പറേഷൻ്റെ ഇത് കയ്യിൽ നിന്ന് പോയത് എത്ര 25 വർഷമോ 30 വർഷമായിട്ട് ഇത് പാർട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു കോർപ്പറേഷനായിരുന്നു. അത് പോയതിൽ അത് ഇവർ മെയിൻ പങ്ക് മേയറാവാനാണ് സാധ്യത. അവർ ആ അധികാരത്തിൻ്റെ ഒരു ഉങ്കും മറ്റേ ചെറിയവനെന്നാണ് നമ്മളൊരു ചെറിയ പുച്ഛത്തോടെയാണ് കാണുന്നത് ബാക്കിയുള്ള ജനങ്ങളെയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടായെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു യഥാർത്ഥ വിധി ഇപ്പോൾ ഉണ്ടായി എന്ന് യദു കരുതുന്നുണ്ട്. യഥാർത്ഥ വിധി എന്ന് വെച്ചാൽ ഇവരെ ഇനിയും സപ്പോർട്ട് ചെയ്യും. ഇത്രയും തോന്നിയ കാണിച്ചാലും പാർട്ടി സപ്പോർട്ട് ചെയ്യും. അതാണ്, എന്ത് തോന്നിയ കാണിച്ചിട്ട് വന്നാലും ഈ പാർട്ടി സപ്പോർട്ട് ചെയ്യും. അതാണ് പ്രത്യേകത. അണികളെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്ത് തോന്നിയ കാണിച്ചാലും ഇപ്പോൾ വേണ്ടില്ലേ പറഞ്ഞ തീവ്രത അളക്കാൻ വരെ മിഷ്യമുണ്ട്. അതിപ്പോൾ നമ്മളെ ആംഗ്യം കാണിച്ചെന്ന് പറയുന്നത് ഈ തീവ്രത അളക്കാനുള്ള മിഷൻ എന്ന് വെച്ചാൽ അവർ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ സ്ത്രീകളെടുത്ത് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അതിന് തീവ്രത അളക്കാൻ മിഷ്യമുണ്ട്. ബാക്കിയുള്ള സാധാരണപ്പെട്ട ആൾക്കാരായാലും അതിൽ പ്രതി പോലും ആയിരിക്കില്ല, ഒന്നും കണ്ട പോലും കാണില്ല. ഇപ്പോൾ തന്നെ എന്നെ കുടിക്കേണ്ടില്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടോ മാന്യമായിട്ടാണ് ആ സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചത്. മാന്യമായിട്ട് സംസാരിച്ചിട്ട് പോലും ഈ ബസ് ഇത്രയും പൊക്കത്തിൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയിൽ ആംഗ്യം കാണിച്ചെന്ന് തന്നെ ജനങ്ങളും പൊട്ടന്മാരാണ്, നമ്മളും പൊട്ടന്മാരാണ്. ഇത് അവർ ഉണ്ടാക്കി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും നല്ല വിഷമമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് സഹോദരി, അച്ഛനും അമ്മയും മാമനും വല്യമ്മയും കുഞ്ഞമ്മയും ബന്ധുക്കളും എല്ലാം ഉണ്ട്. എനിക്ക് അവരെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങുമ്പോൾ ഒരു നാണക്കേടാണ്. എന്തെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനത്തെ രീതിയിലേ കണക്കാക്കുകയുള്ളൂ. നമ്മൾ ചെയ്തോ ഇല്ലേ എന്നല്ല, എന്നാലും എന്നെ അറിയാമെന്നുള്ള ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതൊരു ആശ്വാസമാണ്.